വെൽക്കം ടു ലെറ്റ്സ് ലേൺ കമ്പ്യൂട്ടേഴ്സ്. ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. പ്രോഗ്രാം എന്തിനുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് പ്രിന്റ് ചെയ്യിക്കുക, അതിനുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് എന്തെങ്കിലും പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ കമാൻഡാണ് പ്രിന്റ്എഫ് എന്ന് പറയുന്നത്. പ്രിന്റ്എഫിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രിന്റ്എഫ് എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതുക, അതിനുശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക, ഡബിൾ കോട്ട്സിനുള്ളിൽ നമുക്ക് എന്ത് മെസ്സേജ് ആണോ എഴുതാനുള്ള അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണോ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരേണ്ടത് അത് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുക. ആ മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യം തുടക്കത്തിൽ കൊടുത്തിരുന്ന ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളിനിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയുമാണ് പ്രിന്റ് ചെയ്യിക്കാനുള്ള കമാൻഡിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോഗ്രാം എഴുതി നോക്കാം. അതിൽ പ്രോഗ്രാമിന്റെ ആദ്യം കമന്റ് ആണ് നമ്മൾ എഴുതുന്നത്. അതായത് ഈ പ്രോഗ്രാം എന്തിനെ റെപ്രസെന്റ് ചെയ്തുള്ളതാണ് അല്ലെ എന്തിനുള്ള പ്രോഗ്രാം ആണെന്ന് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കും. അതൊരു കമന്റ് ആയിട്ടാണ് എഴുതുന്നത്. / ഇട്ടിട്ട് പ്രോഗ്രാം ടു പ്രിന്റ് പോസ്റ്റൽ അഡ്രസ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പോസ്റ്റൽ അഡ്രസ് പ്രിന്റ് ചെയ്യിക്കാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് എഴുതേണ്ടത് #include stdio.h എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ആ കമാൻഡ് എഴുതിയതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് മെയിൻ ഫംഗ്ഷൻ എഴുതുക. ഇൻടു മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. അതിനുശേഷം ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇടുന്നു, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടുന്നു. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് പ്രോഗ്രാമിന്റെ എൻഡിൽ ക്ലോസ് ചെയ്യണം. ഇനി നമ്മുടെ കോഡ് ഈ ഓപ്പൺ ബ്രാക്കറ്റിന്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ ഇടയിലായിരിക്കും നമ്മുടെ കോഡ് എഴുതുന്നത്. നമുക്ക് ഒരു അഡ്രസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം പ്രിന്റ് ചെയ്യേണ്ടത് എന്താ? നമ്മുടെ പേരാണ്. അപ്പം അതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യിക്കുന്നതെന്ന് നോക്കാം. പ്രിന്റ്എഫ് നെയിം, അതായത് പ്രിന്റ്എഫ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിൽ കൊടുത്തു. നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് നെയിം എഴുതി കൊടുത്തു. ഇവിടെ നെയിം ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? നെയിം തന്നെയായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരാണ് വരേണ്ടതെങ്കിൽ ഈ നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഹൗസ് നെയിം എന്ന് എഴുതി കൊടുക്കുക. പ്രിന്റ്എഫ് സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ, അതിൽ അകത്തുള്ള സെന്റൻസ് മാത്രമേ മാറിയിട്ടുള്ളൂ. കമാൻഡ് സെയിം ആണ്, പ്രിന്റ്എഫ് എന്നുള്ള കമാൻഡ്. അടുത്തത് സിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താണ്? പിൻകോഡാണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. പ്രിന്റ്എഫ് പിൻ നമ്പർ എന്ന് എഴുതി കൊടുത്തു. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. റിട്ടേൺ 0 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ടൈപ്പ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കമ്പൈൽ ചെയ്തിട്ട് റൺ ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണുന്നതെന്നും നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡെവലപ്പർ C++ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല സോഫ്റ്റ്വെയറും കിട്ടും. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡെവലപ്പർ, ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ല ഓൺലൈനായിട്ട് നമുക്ക് ഓൺലൈനായിട്ടും ടൈപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാനുള്ള വെബ്സൈറ്റുകളും ഉണ്ട്. അതിൽ കയറിയാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അതേപോലെ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾറെഡി എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടതെന്ന് കണ്ടു. നമുക്കിനി ആ ഒരു പ്രോഗ്രാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്യിച്ച് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് നോക്കാം. അതിന് ആദ്യം ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം, സോഴ്സ് ഫയൽ. എന്നിട്ട് അതിനുശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് തുടങ്ങാം നമ്മുടെ പ്രോഗ്രാം. ആദ്യം നമ്മുടെ കമൻറ്റ് പ്രോഗ്രാം ടു പ്രിന്റ് അഡ്രസ് എന്ന് കൊടുത്തു. അടുത്ത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. #include stdio.h. into main ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അതിനുശേഷം നമ്മുടെ കോഡ് ഇവിടെ എഴുതി തുടങ്ങാം. പ്രിന്റ്എഫ്
നെയിം എന്ന് കൊടുത്തു. നമുക്ക് കോഡ്സിനുള്ളിലാണ് നെയിം എന്ന് കൊടുക്കണം. നമുക്ക് എന്താണോ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരേണ്ടത് അത് നമ്മൾ കോഡ്സിനുള്ളിൽ, ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുക്കണം. ഇനി ആ ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുമ്പം സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്യണം. ഇനി നമുക്ക് ജസ്റ്റ് റിട്ടേൺ 0 കൊടുത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് നോക്കാം. റൺ ചെയ്ത് നോക്കാം അല്ലേ. എക്സിക്യൂട്ട് എന്ന് പറയുന്ന മെനുവിൽ പോവുക, അതിനുശേഷം കമ്പൈൽ ആൻഡ് റൺ എടുക്കുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടില്ല, നമുക്ക് സേവ് ചെയ്യാം. നെയിം ടു ഫയലിന് പേര് കൊടുത്തു. printf was not declared in the scope. പ്രിന്റ് എന്നുള്ളതിൻ്റെ ടി ഇവിടെ ഞാൻ കൊടുക്കാൻ മറന്നു, ടി എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഒരു എറർ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നെയിം എന്ന് വന്നു, നമ്മുടെ പ്രോഗ്രാം അത്രേ ഉള്ളായിരുന്നു. നെയിം എന്ന് പ്രിന്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഹൗസ് നെയിം എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാമെന്ന് നോക്കാം. ഇത് അതേപോലെ തന്നെ സെയിം printf ഡബിൾ കോഡ്സിനുള്ളിൽ ഹൗസ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ആൻഡ് റൺ. നമ്മുടെ നെയിം, ഹൗസ് നെയിം രണ്ടും ഒരേ ലൈനിൽ തന്നെ വന്നു. നമുക്ക് വേണ്ടത് നെയിം ഒരു ലൈനിലും ഹൗസ് നെയിം അടുത്ത ലൈനിലുമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ലൈനിലേക്ക് പോകാനായിട്ടുള്ള കോഡെന്ന് പറയുന്നത് /n ആണ്. ഇതിൻ്റെ എവിടെയാണോ നെയിം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു അടുത്ത ലൈനിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു /n എന്ന് പറഞ്ഞ കമാൻഡ് ഇട്ട് കൊടുക്കുന്നു. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, നെയിം എന്ന് പറഞ്ഞു വന്നു, അതിൻ്റെ തൊട്ട് താഴെ ഹൗസ് നെയിം എന്ന് പറഞ്ഞു വന്നു. ഇനി നമുക്ക് അടുത്ത എന്താണ്? സിറ്റി. printf സിറ്റി എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്തു. സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. /n. ഇനിയിപ്പം ഹൗസ് നെയിം കഴിഞ്ഞ അടുത്ത ലൈനിലാണ് നമ്മുടെ സിറ്റി എന്നുള്ളത് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു /n കൊടുക്കണം. അടുത്ത എന്താണ് നമുക്ക് വേണ്ടത്? /n എടുത്തു. ഇനി നമുക്ക് പിന്നാണ്, നമ്മുടെ പിൻ കോഡ് എന്നുള്ളതാണ്. printf പിൻ കോഡ്. ഇത് നമ്മൾ പിൻ കോഡ് ഡയറക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വരും. 686666 എന്ന് പറഞ്ഞാൽ നമ്മൾ പിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പിൻ വരും. അതായിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. എക്സിക്യൂട്ട്, കമ്പൈൽ ആൻഡ് റൺ. ഓക്കെ, ആദ്യത്തെ ലൈനിൽ നെയിം വന്നു, ഹൗസ് നെയിം വന്നു, സിറ്റി വന്നു, പിന്നെ പിൻ കോഡും വന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതെന്നും അസൈൻ ചെയ്ത് കൊടുത്ത വാല്യൂ എങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാമെന്നും പഠിക്കാം. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ചെയ്യണം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.